സഞ്ജു സാംസൺ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഭാഗ്യം കെട്ട ഇന്ത്യൻ കളിക്കാരൻ എന്നുള്ള രീതിയിൽ. അത് എസ്പെഷ്യലി സൗത്തിൽ നിന്ന് വന്നുകൊണ്ടാണെന്ന് അറിയില്ല. ഇന്ത്യ ഓസ്ട്രേലിയ സീരീസ് അനൗൺസ് ചെയ്തു. ODI സീരീസിൽ അവൻ ഇത്രയും നാൾ ODIയിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അവൻ ലാസ്റ്റ് ODIയിൽ സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി അടിച്ചതാണ് സഞ്ജു സാംസൺ. ഇപ്പോൾ അഗാർക്കർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ അല്ല, അവൻ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആണ്. ഇപ്പോൾ T20 സീരീസിൽ അവൻ മിഡിൽ ഓർഡറിൽ നിന്നിട്ട് ഓൾമോസ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ നല്ല അടിപൊളി ക്യാമിയോ മാച്ച് അവൻ തന്നെ വിജയിപ്പിച്ച് ഓരോ പത്രസമ്മേളനത്തിലും മജീദ് കാക്ക അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കളിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ശ്രമിക്കുന്നപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അത് വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താ ചെയ്യുക സഞ്ജു സാംസൺ, നിനക്ക് ഭയങ്കര ഭാഗ്യം കുറവുള്ളൂ. നീ എങ്ങനെ 10 വർഷം ഇവിടെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ഇത്രയും എന്താ പറയുക, നിൻ്റെ കുറേ ആൾക്കാർ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്, കുറേ ആൾക്കാരുടെ പ്രാർത്ഥനയും കൊണ്ട് വീണ്ടും ടീമിനുള്ളിൽ വരും. ഒന്നിൽ കളിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബെഞ്ചിലിരിക്കും, അല്ലെങ്കിൽ എന്താണെന്നറിയില്ല. പാവം അറ്റ്ലീസ്റ്റ് ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിൽ പോയി അവിടെയും പെർഫോം ചെയ്താലോ എന്ന് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് പേടിയുണ്ടാവും. അതുകൊണ്ടായിരിക്കും അൺലക്കി മാൻ. ബീങ് സഞ്ജു സാംസൺ ഈസ് റിയലി ടഫ്.